നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന അജിത് കുമാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ഗുഡ് ബാഡ് അഗ്ലിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു 150 മിനിറ്റ് അജിത്തിൻ്റെ ഏറ്റവും ഹിറ്റായ സംഭവങ്ങളുടെ ഒരു മാഷപ്പ് വീഡിയോ പോലെയാണ്. അജിത്തിൻ്റെ പല സിനിമകളിലെയും ഡയലോഗുകൾ, അജിത്തിൻ്റെ പല സിനിമകളിലെയും സീനുകൾ, അങ്ങനെ അജിത്തിൻ്റെ പല ക്യാരക്ടേഴ്സിനെ അജിത്ത് സിനിമാറ്റിക് യൂണിവേഴ്സാക്കി മാറ്റുകയാണ് ഈ സിനിമയുടെ ഉദ്ദേശം. അതായത് നമ്മൾ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോസും അല്ലെങ്കിൽ മാഷപ്പ് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. മലയാളത്തിലേക്ക് മമ്മൂട്ടിക്കും മോഹൻലാലിനൊക്കെ പലരും ചെയ്യുന്ന നമ്മൾ കണ്ടില്ല. ലിൻഡോ കുര്യൻ ഫോർ എക്സാമ്പിൾ അങ്ങനെ ആളായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം സിനിമയാക്കി എങ്ങനെ ഇരിക്കും, അതാണ് ഈ സിനിമ. അപ്പോൾ ഇത് ആക്ച്വലി ടോട്ടലി വർക്കാകാൻ പോകുന്നത് പ്യുവർ അജിത്ത് ഫാൻസിന് വേണ്ടിയുള്ളതാണ്. ഇതിന് ഭയങ്കര വലിയ കഥയൊന്നുമില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് പലർക്കും. അതുകൊണ്ട് അത് തന്നെ ഒരു പോരായ്മയാണ് പലർക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അജിത്ത് ഫാനൊന്നുമില്ല. ഞാൻ അജിത്തിൻ്റെ വിരലിലുണ്ടാവുന്ന സിനിമയെ ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലൊരുമാതിരിപ്പെട്ട റെഫറൻസുകളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ പടം ഒരു പ്രത്യേക വൈബാണ്. അതായത് ഭയങ്കര എനർജറ്റിക്കാണ്. ഇപ്പം നിങ്ങൾ ഈ ഡയറക്ടർ അത് ആദിക് രവിചന്ദ്രൻ്റെ ഇതിന് മുമ്പുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മാർക്കാണ്ടി, ഒബ്വിയസ്ലി അത് സിനിമ എന്ന രീതിയിൽ അത് ഇതിനേക്കാളും ബെറ്ററാണ്. പക്ഷേ ആ സിനിമയ്ക്കൊരു ഒരു ഫ്രനറ്റിക് പേസ് ഉണ്ട്, ഒരു ഫ്രനറ്റിക് എനർജി ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമയ്ക്കകത്ത്. അതേ ഒരു എനർജി ഈ സിനിമയ്ക്കുണ്ട് സത്യം പറഞ്ഞാൽ. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ സിനിമ കുറേയൊക്കെ വർക്കായത്. ഞാൻ ഒരു ഗംഭീര സിനിമയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ആ ഒരു പേസിങ് അല്ലെങ്കിൽ ആ ഒരു ഫ്രനറ്റിക് എനർജി ഭയങ്കരമാണ്. പിന്നെ ഞാൻ മാത്രമല്ല, അജിത്തിനെ ഞാൻ ഇത്ര എനർജിക്കാറ്റിക്കായിട്ടൊക്കെ കണ്ടിട്ട് കുറേ നാളായി. പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പുള്ളി മാത്രമല്ല, ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും ഈ സിനിമയുടെ ഒരു നമ്മൾ പറയില്ലേ, ഈ സിനിമയ്ക്ക് അവരൊരു ബാർ വെച്ചിട്ടുണ്ട് അഭിനയത്തിന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിച്ച്, ഈ സിനിമയുടെ പിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇതിൽ പലരും ചെയ്യുന്നത്. ഇതിൽ ഇമോഷണൽ അല്ലെങ്കിൽ ദേഷ്യം പെടുന്ന രംഗങ്ങളിൽ പോലും നമുക്ക് ആ പിച്ച് മനസ്സിലാവും. ഈവൻ തൃഷ ഇതിൽ ഭയങ്കര നാഗിങ് വൈഫായിട്ട് കാണിക്കുന്നത്. പക്ഷെ അതൊരു ഭയങ്കര സീരിയസ് അല്ല. സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ അതൊരു നാഗിങ് വൈഫ് ആണെങ്കിൽ പോലും അതിനൊരു കോമഡിക് ടോൺ അതിനകത്തുണ്ട്. അതൊക്കെ ചുമ്മാ ഒരു കളിയാക്കുന്ന സർക്കാസ്റ്റിക് ടോൺ അതിനകത്തുണ്ട്. അതായത് അവരെല്ലാവരും ഈ സിനിമയുടെ പിച്ച് മനസ്സിലാക്കിയാണ് അഭിനയിച്ചതെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കാർത്തികേയ മാത്രമായിരിക്കും, നമ്മുടെ പൃഥ്വിരാജിൻ്റെ ചെറുപ്പകാലം മറ്റേ സലാറിലും എമ്പുരാനിലൊക്കെ ചെയ്ത പയ്യനില്ലേ, അവ മാത്രമായിരിക്കും ആക്ച്വലി ഭയങ്കരമായിട്ട് ഫണ്ണായി എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരാൾ. അവൻ്റെ ക്യാരക്ടർ മാത്രമായിരിക്കും അങ്ങനെ അല്ലാത്തത്. പിന്നെ ആദിക് രവിചന്ദ്രൻ്റെ സിനിമയുടെ ഒരു കുഴപ്പം, പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളിക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ അറിയില്ല. പുള്ളി ഈ ഫ്രണ്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര സൂപ്പറായിരിക്കും. കാരണം പുള്ളിക്ക് ആ എനർജി കീപ്പപ്പ് ചെയ്യാൻ അറിയാം. പക്ഷേ പുള്ളിക്ക് സിനിമ സ്ലോ ഡൗൺ ചെയ്ത് ഇമോഷണൽ ആവുന്ന സമയത്ത് സിനിമ സ്ലോ ഡൗൺ ചെയ്യണം. അത് മര്യാദയ്ക്ക് ചെയ്യാൻ പുള്ളിക്ക് അറിയില്ല. അവിടുത്തെ റൈറ്റ് ഡയലോഗ്സ് ആണെങ്കിലൊക്കെ മോശമാണ്. പുള്ളിക്ക് ഒട്ടും അറിയില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഈ സിനിമ കണ്ടപ്പോൾ. അത് പുള്ളിക്ക് ആ എനർജി കീപ്പ് ചെയ്ത് പോകണം. അത് വലിയ എനർജി താഴത്തോട്ട് പോയാൽ പുള്ളിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അതായത് ഈ സിനിമ ഒരു എന്താ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഒബ്വിയസ്ലി. ഈവൻ അജിത് ഫാൻ അല്ലാത്തവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് അല്ല ഈ സിനിമ. എനിക്ക് വർക്കായി, ക്ലിയർലി എനിക്ക് വർക്കായി. കുറേ പ്രശ്നങ്ങളൊക്കെ സിനിമയ്ക്കകത്തുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ ചില എനിക്ക് ഇഷ്ടപ്പെടാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ആക്ഷൻ സീക്വൻസുകളാണ്. എനിക്ക് തോന്നുന്ന ആക്ഷൻ സീക്വൻസ് കുറേയൊക്കെ, പ്രത്യേകിച്ചും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് സീക്വൻസുകളൊക്കെ കുറേ കൂടി നന്നാക്കായിരുന്നു. പിന്നെ ചിലതിനൊക്കെ ഒരു കോമിക്കൽ ടോൺ ഉണ്ടായിരുന്നു ആക്ഷൻ ചെയ്യുന്ന രീതിക്ക്. അതായത് എന്തായാലും സിനിമ ഓവറായെങ്കിൽ പിന്നെ എല്ലാം ഓവറായിക്കോട്ടെ എന്ന രീതിയിലാണ് ഇതിലെ സ്റ്റണ്ടും കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലൈനിലാണ് അവർ നിന്ന് പടം മുഴുവൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ആക്ഷൻ സീക്വൻസുകൾ അങ്ങനെ ആയത്. ബട്ട് അവർക്ക് കുറച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു. ഇപ്പോൾ നമ്മൾ ബാലിയ സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര ഓവർ ദ ടോപ്പ് ആക്ഷൻ ആണെങ്കിലും അവരെ ഓവർ ദ ടോപ്പ് ആക്കുന്നത് എന്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ? ബാക്കിയെല്ലാം ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ കത്തി സീനുകൾ കാണിച്ചാലല്ലേ നമ്മൾ കാണിക്കാത്തൊരു ആക്ഷൻ രംഗം ആവുള്ളൂ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കത്തി സീക്വൻസ് കാണിക്കുന്നത്. അല്ലാതെ എത്ര പ്രാവശ്യം നമ്മുടെ നിലത്ത് നിന്ന് ഒരാളുടെ മുഖത്തിടിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കും, റൈറ്റ്? അപ്പോൾ അതൊരു റീസൺ ആയിരിക്കും. അപ്പോൾ പക്ഷേ എന്നാലും ഇത് ഇത്തിരി കോമിക്കൽ, അതായത് നമ്മൾ ഈ കോമിക്സിലൊക്കെ കാണുന്ന പോലെ ആൾക്കാരിടിക്കുമ്പോൾ പറക്കുന്ന ഒരുമാതിരി ഗ്രാവിറ്റി ഇല്ലാത്ത പോലെയാണ് പല ഇടികൾ. അതായത് അങ്ങനത്തെ പറക്കുന്ന ഇടി നമ്മൾ ഒരുപാട് കണ്ടാലും ഇതിനകത്തത് കുറച്ചും കൂടി ഈ സിനിമ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ ആയാൽ മതി എന്ന രീതി ചെയ്ത പോലെ എനിക്ക് തോന്നി. റേസിങ് സീക്വൻസ് അല്ലെങ്കിൽ കാറിൻ്റെ സീക്വൻസ് ഒക്കെ കാണിക്കുന്നത് ഭയങ്കര നന്നായിട്ടാണ്. അതൊക്കെ ഒബ്വിയസ്ലി അജിത്ത് തന്നെ ആയിരിക്കും ചെയ്തതെന്നുള്ളത്. അതിൽ അവസാനം ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നുണ്ട് പുള്ളി ഒരു റെസ്ക്യൂ സീക്വൻസിൽ പുള്ളി ഒരു കാറിന്ന് മറ്റേ കാറിലേക്ക് ചെയ്യുന്ന പുള്ളി തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്തൊരു സിനിമയാണത്. അതിൽ യാതൊരു സംശയം വേണ്ട. അതിൻ്റെ എനർജി ലെവൽ ഈ സിനിമയ്ക്ക് ഉണ്ട് പുള്ളിക്ക്.
പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ അജിത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായാലും അർജുൻ ദാസ് അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളി വൈബായിരുന്നു സത്യം പറഞ്ഞാൽ. 2 ക്യാരക്ടറുണ്ട് പുള്ളിക്ക്. പുള്ളി നല്ല രസമായിരുന്നു ആക്ച്വലി. പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഓവർ ദ ടോപ്പാണ്, പക്ഷേ ഒരു രസമുണ്ട് പുള്ളിയുടെ. ചില ഡയലോഗുകൾ അടിപൊളിയാണ്, പക്ഷേ ആ ഡയലോഗുകളും കുറേ ഡയലോഗുകളും ഇവർ എന്താ പറയുക, അജിത്തിൻ്റെ ഫിലിമോഗ്രാഫിക്ക് അവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രശ്നമാണ് ഇടയ്ക്ക്. കുറേ ഡയലോഗുകളൊക്കെ ചില റെഫറൻസൊക്കെ എനിക്ക് ഒട്ടും മനസ്സിലായതേ ഇല്ല. അപ്പം നമ്മൾ ശരിക്കും എന്താണ് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ സിമ്രൻ്റെ കുറച്ച് എല്ലാം ഒന്നും മനസ്സിലായില്ല. രണ്ടാമത് ഇവർ മറ്റേ കാർത്തികേയനെ പോലീസ് വാനിൽ നിന്ന് രക്ഷിക്കാൻ പോകുമ്പോൾ ഒരു പുള്ളിക്കാരെ കിടന്ന് ചാടിത്തുള്ളി ഡാൻസ് കളിക്കുന്നുണ്ട്. സത്യം പറയാമല്ലോ, എനിക്കത് എന്താണെന്ന് പോലും മനസ്സിലായില്ല. പക്ഷേ ആ പാട്ടിൻ്റെ ഓളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തു. പുള്ളി ചിലപ്പോൾ എനിക്ക് വേറെ വല്ല അജിത്തിൻ്റെ സിനിമ വില്ലനായിട്ട് അഭിനയിച്ചു എനിക്കറിയില്ല, സത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്കങ്ങനെ കുറേ കാര്യങ്ങൾ വർക്കായിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്നിട്ടും ഞാൻ സിനിമ എൻജോയ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. സിനിമയുടെ മ്യൂസിക്കും അതുപോലത്തെ ഒരു ടോണിലാണ് എൻ്റെ മ്യൂസിക്കും പോണത്. അങ്ങനെ സോങ്സ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒക്കെ. പിന്നെ ഒരുപാട് പഴയ സിനിമാ ഗാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യ ഗ്രഹിച്ചെന്നുണ്ടെങ്കിൽ അതിന് മുമ്പത്തെ സിനിമയിലും അതുപോലെ പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതിൻ്റെ ആളാണ്. അപ്പോൾ ദാറ്റ്സ് ആൾസോ ഓക്കെ, ഞാൻ എൻജോയ് ചെയ്തു. ആക്ച്വലി ഒരു ആവറേജ് സിനിമയാണ് സംഭവം. ഐ മീൻ ഇത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന സിനിമയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ടേസ്റ്റ് പോലെ ഇരിക്കും എന്നുള്ളതാണ് സത്യം. എന്നാലും വരെ കളർഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ഫാൻ പടമാണത്. അങ്ങനെ തന്നെ ചിന്തിച്ച് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഫാൻ പടമാണ്. ഇതൊരു അജിത്ത് സിനിമാറ്റിക് യൂണിവേഴ്സിൽ നടക്കുന്ന പടമാണെന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഐ ഗെസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടു. ഞാൻ ഭയങ്കര വൈകിയ കണ്ടത്, കാരണം കൊച്ചിയിലെവിടെയും 4K ലേസർ അറ്റ്മോസിൽ സിനിമ ഉണ്ടായില്ല. താങ്ക്സ് ടു വനിതാ വിനിത അവർ സെക്കൻഡ് വീക്കിൽ ആക്ച്വലി ഈ സിനിമ സ്ക്രീൻ നമ്പർ 1 4K ലേസർ അറ്റ്മോസിൽ ഇട്ടു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക്സ് ഫോർ ദാറ്റ് വനിത. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ക്വാളിറ്റി പ്രിൻറ്റും ആണ് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു. സൗണ്ട് ആണെങ്കിലും പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും വൻ പൊളിയായിരുന്നു. പടത്തിൻ്റെ വൈബോലത്തിന് ഇത്തിരി ലൗഡ് DCP ആണ്, പക്ഷേ പെർഫെക്റ്റ് ആണ്. എനിക്ക് തോന്നി ഈ സിനിമയ്ക്ക് അത് റൈറ്റ് ആയിരുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും, ഒബ്വിയസ്ലി എൻ്റെ മുമ്പേ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് നല്ല വെറുത്ത് പോയ ആൾക്ക് ഈ സിനിമ ഒരു സ്റ്റൈൽ അനുസരിച്ച് കുറേ പേര് നല്ലോണം വെറുപ്പിച്ചിട്ടുണ്ടാവും. ചിലവർക്ക് ഇത് ഭയങ്കര വെറുപ്പീരായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതെനിക്കറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഞാൻ എന്തായാലും അതിലൂടെ എനിക്കറിയാമല്ലോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.